ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഈസി ആയിട്ട് ഒരു നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത ഈ ലൈനിങ് തുണിയും നല്ല തുണിയുടെ നല്ല വശവും ലൈനിങ് തുണിയുടെ നല്ല വശവും ഇതേപോലെ ഒന്ന് വെച്ച് ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ കഴുത്തിൻ്റെ വീതി ഒരു 3.5, ഇറക്കം ഒരു 5.5 ഒക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരളവിൽ വെട്ടിയതിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് അതിനെ പിന്ന് കൊടുത്തൊന്ന് സെക്യൂർ ചെയ്ത് വയ്ക്കാം. കാരണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് വഴുതി പോകാതിരിക്കാൻ, കറക്റ്റായിട്ട് ലെവൽ മാറിപ്പോകാതിരിക്കാൻ നമുക്ക് ഇതേപോലെ 4 സൈഡിലും ഓരോ പിന്ന് കൊടുത്ത് സെക്യൂർ ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ഇതിന് നേരെ മിഷനിലോട്ട് കൊണ്ടുപോയിട്ട് ഇതിൽ കാണുന്നത് പോലെ ഒരു 1/4 ഇഞ്ച് നമ്മൾ ഈ വെട്ടിയതിൻ്റെ ലൈനിങ്ങും നല്ല തുണിയും കൂടെ ചേർത്ത് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു എൻഡൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മളൊരു 1/4 ഇഞ്ച് താഴോട്ട് ഇറക്കിയതിന് ശേഷം സൂചി കുത്തി നിർത്തി ഇതേപോലെ ഒന്ന് കറക്കി മാറ്റിയതിന് ശേഷം വീണ്ടും അവിടെ കൊണ്ടുവന്ന് ഒരു 1/4 ഇഞ്ച് വീണ്ടും കൂടുതലായിട്ട് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും സൂചി കുത്തി കറക്കി എടുത്തിട്ട് നമ്മളതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് നടുക്കുള്ള ഭാഗത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ബാക്കി ഭാഗത്തിനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം. ഈ ഒരു ജോയിൻ്റ് ഈ ഒരു കോണ് വരുമല്ലോ, ഇങ്ങനെ അവിടെ ഒന്ന് കുറച്ചുകൂടെ കുറച്ചുകൂടെ നമ്മൾ സാധാരണ ഒരു ഇച്ചിരി കൂടെ വലിയൊരു കട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൈ കൊണ്ടൊന്ന് തേച്ച്, ഇപ്പോൾ നല്ല കോട്ടൻ്റെ ഒക്കെ തുണിയാണെങ്കിൽ നമുക്ക് ഇസ്തിരി കൊണ്ടാണെങ്കിൽ തേക്കാം, കാരണം പെർഫെക്റ്റ് ആയിട്ട് ഇട്ട്. ഇല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് വലിച്ച് പിടിച്ച് കൈ കൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ എൻഡിൽ കൂടെ നന്നായിട്ടൊരു പതിച്ചൊരടിയും കൂടെ ലൈനിങ് തുണി വെളിയിൽ കാണാതെ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമ്മളുടെ ബേസിക് ആയിട്ടൊരു സ്ക്വയർ നെക്ക്, ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ നെക്ക് സാധാരണ നമുക്ക് പേപ്പറൊക്കെ വെച്ച് ചെയ്യാൻ നിന്നാൽ നമ്മൾ കോംപ്ലിക്കേറ്റഡ്. ഇത് ഈസി ആയിട്ട് ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. ഇൻ കേസ് നമുക്ക് ഇങ്ങനെ ലൈനിങ് വെക്കേണ്ട, അല്ലാതെ ലൈനിങ് ഇല്ലാതെയാണ് നെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഇത്ര നീളത്തിനുള്ളൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഞാൻ കാണിച്ചതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഞാൻ ഈ കത്തിരി കാണിക്കുന്നില്ലേ അതുവഴിയേ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സൂചി കൊണ്ടൊന്ന് ഹെം ചെയ്ത് വെച്ചാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. മടക്കി അടിക്കാൻ അറിയത്തില്ലെങ്കിൽ ഈ ക്രോസ് പീസൊക്കെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് വരത്തില്ല എന്നുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നാൽ പിന്നെ അത്രേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.